നമസ്കാരം. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ നിരവധി മരണം. വ്യോമസേനയുടെ ഹെർക്കുലീസ് C-130 വിഭാഗത്തിൽപ്പെട്ട സൈനിക വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് പെറു അതിർത്തിക്ക് സമീപമുള്ള പുട്ടുമായോയിലെ പ്യൂർട്ടോ ലെഗുയിസാമോയിലാണ് സംഭവമുണ്ടായത്. വിമാനം പറന്നുയരുന്നതിനിടയിലാണ് തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട്. അതേസമയം എത്ര പേരാണ് മരിച്ചതെന്ന കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപകട സമയത്ത് വിമാനത്തിൽ 114 സൈനികരും 11 ജീവനക്കാരും ഉണ്ടായിരുന്നു. വിമാനം തകർന്നു വീണതിന് തൊട്ടു പിന്നാലെ പ്രദേശത്താകെ കറുത്ത പുക ഉയർന്നു. പ്രദേശവാസികൾ ചേർന്ന് രക്ഷപ്പെട്ട സൈനികരെ ആശുപത്രിയിലെത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും രാജ്യത്ത് സങ്കടകരമായ ദിവസമാണിതെന്നും കൊളംബിയൻ പ്രതിരോധ മന്ത്രി പെട്രോ സാഞ്ചസ് പ്രതികരിച്ചു. അപകട കാരണം നിലവിൽ വ്യക്തമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ബൊളീവിയൻ വ്യോമസേനയുടെ മറ്റൊരു ഹെർക്കുലീസ് C-130 വിമാനം ജനസാന്ദ്രതയുള്ള നഗരത്തിൽ തകർന്നു വീണിരുന്നു. തലനാരിഴയ്ക്കായിരുന്നു അന്ന് ദുരന്തം ഒഴിവായത്. അതേസമയം ന്യൂയോർക്കിലെ ലാഗ്വാർഡിയ വിമാനത്താവളത്തിൽ എയർ കാനഡ എക്സ്പ്രസ് വിമാനവും ഫയർ എഞ്ചിനും തമ്മിൽ കൂട്ടിയിടിച്ച് വൻ ദുരന്തം. അപകടത്തിൽ 2 പൈലറ്റുമാരും കൊല്ലപ്പെട്ടു. കാനഡയിലെ മോൺട്രിയലിൽ നിന്ന് വരികയായിരുന്ന എയർ കാനഡ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം രാത്രി 11:38 അപകടമുണ്ടായത്. അപകടത്തിൽ മറ്റു നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പൈലറ്റ്, സഹ പൈലറ്റ്, അഗ്നിശമന സേനാംഗങ്ങൾ, പോർട്ട് അതോറിറ്റി പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിമാനം ട്രക്കിലിടിക്കുന്നതിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനത്തിന്റെ മുൻഭാഗമാണ് ട്രക്കിൽ ഇടിച്ചതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നോവ സ്കോട്ടിയയിലെ റീജിയണൽ എയർലൈനായ ജാസ് ഏവിയേഷന്റെ കീഴിലുള്ള വിമാനമാണിത്. എയർ കാനഡയ്ക്ക് വേണ്ടിയാണ് ഈ വിമാനം സർവീസ് നടത്തിയിരുന്നത്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിച്ചു. പോർട്ട് അതോറിറ്റി ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറും പോർട്ട് അതോറിറ്റി വകുപ്പും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോർട്ട് അതോറിറ്റി വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. റൺവേ 4-ൽ വിമാനവും വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം അപകട സമയത്ത് വിമാനത്തിൽ 76 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാനത്താവളം അടച്ചിടുമെന്ന് ലാഗ്വാർഡിയ എയർപോർട്ട് അധികൃതർ നേരത്തെ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. അഗ്നിശമന സേനാ വാഹനത്തിലുണ്ടായിരുന്ന സർജനും പോലീസ് ഓഫീസറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ നില നിലവിൽ തൃപ്തികരമാണെന്നും ജീവൻ ഭീഷണിയാകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഇല്ലെന്നും അവർ വ്യക്തമാക്കി. ഞാനും ചെയർമാനും അവരെ 2 പേരെയും ആശുപത്രിയിൽ പോയി കണ്ടു. അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിരിക്കുകയാണ്, അധികൃതർ പറഞ്ഞു.